കിച്ചു ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് നാളായില്ലേ. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അമ്മമാര് വീട്ടിലില്ലാത്ത ദിവസം നമുക്ക് വരുന്നൊരു പ്രത്യേകതരം എനർജി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇന്ന് നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. ആദ്യം തന്നെ അടുക്കളയിൽ നിന്നാവാം. ഇപ്പൊ നിങ്ങൾ കണ്ട ബ്ലാക്ക് ഡ്രസ് ഇട്ട ആളാണ് എൻ്റെ നാത്തൂൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ അനിയത്തി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടുള്ള ഒരു കിച്ചൺ മേക്ക് ഓവറിനുള്ള തയ്യാറെടുപ്പുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോട്ട് ദ പോയിന്റ്, തയ്യാറെടുപ്പുകൾ. ആദ്യം സ്ലാബിന് മുകളിലുണ്ടായിരുന്ന അൽക്കൊലത്ത് സാധനങ്ങളൊക്കെ ഒന്ന് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. കുറച്ച് മാസങ്ങളായിട്ട് പറ്റിപ്പിടിച്ച ചില കറകളൊക്കെ ഇപ്പോഴാണ് ക്ലീൻ ചെയ്യാൻ പറ്റിയത്. അപ്പൊ അത് ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് തുടച്ചെടുത്തിട്ട് നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇവനാണ് ഇന്നത്തെ നമ്മുടെ താരം. അനിയന്റെ കല്യാണ സമയത്ത് അടുക്കളയൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പക്ഷെ റാക്കിന്റെ മുകളിൽ ഇരിക്കുകയല്ലാതെ ഇത് ആരും ഉപയോഗപ്പെടുത്തിയില്ല. അപ്പൊ പിന്നെ ഇത് വെച്ചാവാം ഇന്നത്തെ പ്രഹസനം. അമ്മ വരുന്നതിന് മുന്നേ പണികൾ തീർക്കണം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഈ വെച്ച് നോക്കുന്നതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഭയപ്പെടണ്ട. ഇതിലെന്തോ മാസ്റ്റർ ഡിഗ്രി എടുത്തു വന്ന പോലെയാണ് ഞാൻ അവിടെ കാണിച്ചു കൂട്ടിയത്. പക്ഷെ സത്യാവസ്ഥ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂ കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു അളവെടുപ്പ് പതിവാണല്ലോ, അങ്ങനെയാണല്ലോ നാട്ടു നടപ്പ്, അതിനു വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കങ്ങ് കട്ട് ചെയ്യാം. ഇതിന്റെ ബാക്ക് സൈഡില് മെഷർമെന്റ്സ് വരുന്നുണ്ട് കേട്ടോ. അതെനിക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇത്ര അളവെടുപ്പൊക്കെ നടത്തിയതല്ലേ, അപ്പൊ എന്തായാലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക്, എന്റെ തല ആരും വെട്ടിക്കളഞ്ഞിട്ടില്ല. ആദ്യമായി ഡെയിലി വ്ലോഗ് എടുക്കുന്നതിന്റെ പല പാകപ്പിഴകളും ഇതിലൊക്കെ ഉണ്ടാവും. തൽക്കാലം നിങ്ങളത് സഹിച്ചേ പറ്റൂ. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് നമുക്കതോട് കട്ട് ചെയ്യാം. എന്തേ അങ്ങനെ അത് കഴിഞ്ഞിരിക്കണു. അടുത്ത പണി ഇതവിടെ ഒന്ന് ഒട്ടിച്ച് ചേർക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ തുറക്കുമ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇതിന്റെ പിന്നിൽ വലിയൊരു പണി ഞങ്ങൾക്ക് കിട്ടാനിരിക്കുന്നുണ്ട് എന്നുള്ളത്. ഗൈസ്, ഇതിൽ നല്ല അടിപൊളി പശയാണ് കേട്ടോ വരുന്നത്. കാരണം നമ്മുടെ വിരല് വരെ ഒട്ടിപ്പിടിച്ചു പോകുന്ന അവസ്ഥയായിരുന്നു. വെറുതെ ഒന്ന് വെച്ച് നോക്കുമ്പോഴേക്കും അത് അവിടെ ഒട്ടിപ്പിടിച്ച് പോകുമായിരുന്നു കേട്ടോ. പിന്നെ ഒരു വിധത്തിലാണ് സെറ്റാക്കി എടുത്തത്. പക്ഷെ ഇവിടം കൊണ്ട് തീർന്നില്ല, ഇനിയാണ് ട്വിസ്റ്റ്. ഇത് ഒട്ടിച്ച് അവസാനത്തേക്ക് എത്തിയപ്പോ ഇത് തമ്മിലാകെ ഒട്ടിപ്പിടിച്ചു ഗൈസ്. പിന്നെ അങ്ങോട്ടൊരു യുദ്ധമായിരുന്നു. ഇതാകെ വലിച്ച് പറിച്ചെടുത്ത് ഒരു വിധത്തിലാണ് ഞങ്ങൾ ഒട്ടിച്ചെടുത്തത്. പക്ഷെ ഇത് വിചാരിച്ച പോലെ ആയിരുന്നില്ല കേട്ടോ. അതൊന്ന് സെറ്റാക്കി എടുക്കാൻ ഞങ്ങൾ കുറച്ചൊന്ന് പാടുപെട്ടു. എന്തായാലും ഞങ്ങൾ സക്സസ്ഫുള്ളി അത് ഒട്ടിച്ചു. അതിന്റെ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇത് വലിച്ചു പിടിച്ചോ, ഞാൻ ഒട്ടിച്ചോളാന്നും പറഞ്ഞ് നിവർത്തിയതാ. പക്ഷെ ഇത് തീർന്നു പോയി ഗൈസ്. ഞങ്ങളുടെ ആ ദീനരോധനമാണ് നിങ്ങളിപ്പോ കേട്ടത്. ഭാഗ്യത്തിന് ഒരു റോള് കൂടി ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഓ എന്നിട്ടാണ് ഇത്രയും ഡയലോഗ് അടിച്ചതെന്ന്. പക്ഷെ അതുകൊണ്ട് തികയില്ല കേട്ടോ. ആ സൈഡൊക്കെ ഒട്ടിച്ചു വരണ്ടേ. ഇത് ഈ സ്ലാബിന്റെ മോൾവശം ഒട്ടിക്കാൻ മാത്രമേ തികഞ്ഞുള്ളൂ. ബാക്കി എല്ലാം ഒരു പാച്ച് വർക്ക് ആയിരുന്നു. എന്തായാലും വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ, ഒട്ടിക്കുക തന്നെ. ഒരു വിധത്തിലെല്ലാം ഒട്ടിച്ചെടുത്തു. കുറച്ച് പാച്ച് വർക്കുകളും ഉണ്ട്. അത് നമുക്ക് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. മനസ്സിലായവർ മിണ്ടാതെ ഇരിക്കുക. ഒരബദ്ധമൊക്കെ ഏത് പോലീസുകാരനും പറ്റും. അങ്ങനെ കരുതിയാണ് ഞങ്ങൾ സമാധാനിച്ചത്. അങ്ങനെ ഒരു വിധത്തിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ പണി ഇവിടം കൊണ്ട് തീർന്നില്ലല്ലോ, ഇനിയും കിടക്കല്ലേ. അതിന്റെ ഇടയ്ക്ക് എന്റെ മക്കളുടെ വക കുറച്ച് മേക്ക് ഓവർ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ അവസ്ഥ ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇനി നമ്മുടെ മെയിൻ ടാസ്ക് ഇതൊക്കെ ഒന്ന് അടുക്കി പുറക്കി പഴയ സ്ഥാനത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇനി അത് ചെയ്യാം. ഇതെടുത്ത് മാറ്റുന്നത്ര പ്രയാസം തോന്നിയില്ല കേട്ടോ തിരിച്ചു വെക്കാൻ. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എല്ലാം ചെയ്തു വന്നപ്പോൾ ഒരു ആനച്ചന്ത ഉണ്ടായിരുന്നു. എന്താ നിങ്ങൾക്ക് തോന്നുന്നേ? നന്നായിട്ടുണ്ടോ? ഇഷ്ടമായെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ. ഇത് പിന്നെ ഹോട്ട് പ്രൂഫും വാട്ടർ പ്രൂഫും ആയതുകൊണ്ട് ചൂട് തട്ടിയിട്ട് ഉരുകുന്നുള്ള പേടിയില്ല. ഇനി നമുക്കിത് ഇതും ഒന്ന് ക്ലീൻ ചെയ്യാം. അങ്ങനെ അടുക്കളയിലെ കലാപരിപാടികൾ ഒരുവിധം സമാപിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ ബെഡ് ഒന്ന് വെയിലത്തിട്ടാലോ എന്ന് തോന്നിയത്. ഇത് നമ്മുടെ പഴയൊരു ബെഡാണ് കേട്ടോ, പഞ്ഞിക്കിടക്കയാണ്. അപ്പൊ ഇത് ഇടയ്ക്കൊന്ന് വെയിലത്ത് ഇടാറുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും നല്ല ഹൈറ്റ് ഉള്ളവരായതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് കുറച്ച് പാത്രങ്ങൾ സിങ്കിൽ കിടക്കുന്നത് കണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. ഇനി അടുത്തതായി നമുക്ക് ഈ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റാം. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. പക്ഷെ ഈ വൈറ്റ് കളർ ആയതുകൊണ്ട് ഇടയ്ക്കൊന്ന് മാറ്റിയില്ലെങ്കിൽ നല്ല അലമ്പാണ്. അപ്പൊ അതൊക്കെ ഒന്ന് അഴിച്ച് ഒന്ന് വാഷിംഗ് മെഷീനിലിട്ട് കഴുകാന്ന് വിചാരിച്ചു. പിന്നെ ഈ ബെഡ്ഷീറ്റ് എല്ലാവർക്കും നല്ല കണ്ടുപരിചയം ഉണ്ടായിരിക്കും. ഞാനും മീഷോന്ന് വാങ്ങി തന്നെയാണ്. നല്ല കോട്ടന്റെ ബെഡ്ഷീറ്റ് ആണ്. പിന്നെ സൈഡിൽ എലാസ്റ്റിക് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബെഡിൽ ഇടാനും അഴിക്കാനും ഒക്കെ നല്ല എളുപ്പമാണ് കേട്ടോ.
അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ നമ്മൾ പഴയ വാഷിംഗ് മെഷീനിലും അതുപോലെ നല്ല തുണികൾ പുതതിലും ഇട്ടിട്ടാണ് തിരുമ്പാറ്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാനിട്ടു. അപ്പോഴേക്കും അടുത്ത വീട്ടിലെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊപ്പം കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് കിളികളെയൊക്കെ നോക്കി നിന്നു. പിന്നെ ഇതേ പുറത്ത് കളിക്കുന്ന കുറച്ച് ടോയ്സ് ഉണ്ടായിരുന്നു മക്കളുടെ. അതൊക്കെ ഒന്ന് ഡെറ്റോൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഏകദേശം ഉച്ചയായി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പോഴേക്കും ഇതേ അനിയത്തി അവരെ രണ്ടുപേരെയും കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് അവരെയൊക്കെ ഒന്ന് സെറ്റാക്കി ഇനി ഭക്ഷണം കൊടുക്കണം കേട്ടോ. പിന്നെ ഇതേ കുറച്ച് നേരത്തേക്ക് അവർക്ക് കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കാർട്ടൂൺ കാണുന്ന പരിപാടിയില്ല, സ്ക്രീൻ ടൈം തീരെ ഇല്ല കേട്ടോ. അതിന് കാരണം അതേ ഈ ഇരിക്കുന്നവൻ തന്നെയാണ് കേട്ടോ. കാരണം അവൻ 2-2.5 വയസ്സ് കഴിഞ്ഞിട്ടാണ് നേരാവണ്ണം ഒരു വാക്ക് സംസാരിക്കാൻ തുടങ്ങിയത്. എനിക്ക് നല്ല ടെൻഷനായിരുന്നു. എന്നിട്ട് ഞാനിവിടെ അടുത്തുള്ള സ്പീച്ച് തെറാപ്പി സെന്ററിൽ കൊണ്ടുപോയ സമയത്ത് അവർ ആദ്യം പറഞ്ഞ കാര്യം ഞങ്ങൾ സ്ക്രീൻ ടൈം ഒഴിവാക്കും എന്നുള്ളതായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് അവൻ ആ സ്ക്രീൻ ടൈം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവൻ്റെ സംസാരം ഒന്ന് ക്ലിയർ ആവാനും. കഷ്ടിച്ചൊരു 1-1.5 മാസം കൊണ്ട് തന്നെ അവൻ കംപ്ലീറ്റ് ആയിട്ട് സ്പീച്ച് തെറാപ്പി ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ അത്യാവശ്യം സംസാരിക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും അമ്മമാർ ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സ്ക്രീൻ ടൈം ആദ്യം ഒഴിവാക്കൂ. എന്നാൽ തന്നെയാണ് അവർക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ഞങ്ങളും ഭക്ഷണം കഴിച്ചിരുന്നപ്പോഴാണ് ഒരു കൊറിയർ വന്നത്. ഇതൊരു വാഷി ടൈപ്പ് ആണ്. ഞാൻ ഓർഡർ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ കയ്യിൽ കിട്ടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റ് എടുത്തു. പിന്നെ ഇന്ന് ദീപാവലിയാണ്. അപ്പോൾ ഏകദേശം ഈവനിങ് ആയിട്ടുണ്ട്. അപ്പോൾ ദീപങ്ങളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ചെരാതിനെ പറ്റി നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയുന്നുണ്ടായിരിക്കും. ഇത് വെള്ളത്തിലാണ് കേട്ടോ കത്തിക്കുന്നത്. ഇതൊരു LED ലൈറ്റ് ആണ്. ഇതുപോലുള്ള കുഞ്ഞുമക്കളൊക്കെ ഉള്ളിടത്ത് ഇതാണ് ഏറ്റവും സേഫ്. കണ്ടാൽ നമുക്ക് ഒരിക്കലും ഇത് LED ലൈറ്റ് ആണെന്ന് തോന്നുകയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നമ്മുടെ ചെരാത് കത്തിച്ചു വെച്ച പോലെ തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ മീഷോയിൽ സുലഭമായി കിട്ടണതാണെന്നറിയാം. എന്നാലും ഞാനതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ ഒരു ദിവസം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്